നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണം നേരിട്ട വിധികർത്താവ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ട സംഭവം പുതിയ തലത്തിലേക്ക് പോവുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഇടിമുറിയിൽ വിധികർത്താവിന് മർദ്ദനമേറ്റു എന്നാണ് ആക്ഷേപം. ഇതിനൊപ്പം മാലയും മോഷ്ടിച്ചുവെന്നാണ് സൂചന. കണ്ണൂർ താഴെചൊവ്വ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ PN ഷാജിയെയാണ് ബുധനാഴ്ച വൈകിട്ട് 6:30 വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകന്റെ മുഖത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. എന്റെ കാലു പിടിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഷാജിയുടെ കഴുത്തിലുണ്ടായിരുന്ന 2 പവന്റെ മാല മടങ്ങിയെത്തിയപ്പോൾ കാണാനില്ലായിരുന്നുവെന്ന് ഷാജിയുടെ അമ്മ പറയുന്നുണ്ട്. അതായത് മർദ്ദനശേഷം ഷാജിയുടെ കഴുത്തിലെ മാലയും ഊരിയെടുത്തുവെന്നാണ് സംശയം. SFIയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നത് എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. ഷാജിയുടെ മരണം SFI നടത്തിയ കൊലപാതകമാണെന്ന് ആരോപിച്ച് KPCC പ്രസിഡന്റ് K സുധാകരനും രംഗത്തെത്തിയിട്ടുണ്ട്. ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. കലോത്സവത്തിലെ മാർഗംകളിയിൽ തങ്ങൾ പറഞ്ഞ മത്സരാർത്ഥികൾക്ക് 1ഉം 2ഉം സ്ഥാനങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് SFI നേതാക്കൾ ഷാജിയെ നേരിട്ടും ഫോണിലും ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചെയ്തതായാണ് ആരോപണം. SFIയും CPMും ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. ഷാജിയെ കുടുക്കിയതാണ് എന്ന് ആരോപിച്ച് സഹോദരൻ അനിൽകുമാർ രംഗത്തെത്തി. അടുത്ത സുഹൃത്തുക്കളാണെന്ന് ഇതിനു പിന്നിലെന്നാണ് ഷാജി പറഞ്ഞതായി അനിൽ വ്യക്തമാക്കിയത്. ഷാജി കോഴ വാങ്ങില്ല എന്നും നൃത്തം പരിശീലിപ്പിച്ചതിനുള്ള ഫീസ് വാങ്ങിയെടുക്കാൻ പോലും ശേഷിയില്ലാത്തയാളാണെന്നും ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി നയൻതാര മഹാദേവൻ പറഞ്ഞു. മാനസിക വിഷമത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് FIRൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ താൻ നിരപരാധി ആണ് എന്നും പിന്നിൽ കളിച്ചവരെ ദൈവം ശിക്ഷിക്കട്ടെ എന്നും എഴുതിയിരുന്നു. ഷാജി അടക്കമുള്ള 3 പ്രതികളെയും SFI പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന ആക്ഷേപവും ശക്തമാണ്. ഷാജി, ജോമന്റ്, സൂരജ് എന്നിവരെ 8-ന് യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി സംഘാടക സമിതി അംഗങ്ങളായ SFIക്കാർ മർദ്ദിച്ച് അവശരാക്കിയെന്നാണ് ആരോപണം. അതിനുശേഷം അടുത്ത ദിവസം ഉച്ചയോടെയാണ് ഇവരെ പോലീസിന് കൈമാറിയത്. എന്നാൽ പോലീസിന് കൈമാറുമ്പോൾ തങ്ങൾ നിരപരാധികളാണെന്ന് മാത്രമാണ് പ്രതികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. SFIക്കാർ മർദ്ദിച്ചെന്ന് ഷാജി മറ്റുള്ളവരും മൊഴി നൽകിയിട്ടില്ല എന്ന് കന്റോൺമെന്റ് CA പറയുന്നു. മർദ്ദിച്ചു എന്ന ആരോപണം SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്.